നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സംഭരിച്ച നെല്ലിന്റെ വില നൽകിയില്ല. ആലപ്പുഴയിൽ വീണ്ടും സർക്കാരിനെതിരെ കർഷക രോഷം. കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി. പാലക്കാട് തൃത്താലയിൽ വ്യാപകമായി നെൽവയൽ നികത്തുന്നുവെന്ന് പരാതി. കർശന നടപടി വേണമെന്ന് പാടശേഖര സമിതി. നെയ്യാറ്റിൻകരയിൽ 10 ടണ്ണിലധികം ഇരുമ്പ് കമ്പികൾ മോഷ്ടിച്ചു കടത്തി. നിർമ്മാണ കമ്പനി ജീവനക്കാരനും ലോറി ഡ്രൈവറും അറസ്റ്റിൽ. തട്ടിപ്പ് കണ്ടെത്തിയത് CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ. കാപ്പ കേസ് പ്രതികൾക്കൊപ്പം കഞ്ചാവ് കടത്തി. പോലീസ് ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവർ അസർ. വടകര ജില്ലാ ആശുപത്രിയിൽ OP ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിൽ പ്രതിഷേധം. അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ നിരക്ക് വർധന അംഗീകരിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. താലൂക്ക് ആശുപത്രിയുടെ സേവനങ്ങൾ മാത്രമാണ് നൽകുന്നതെന്ന് ആക്ഷേപം. മുനമ്പം ജനതയുടെ സമരം 50ാം നാളിൽ. സ്വന്തം ഭൂമിയിൽ നിന്നിറങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് നാട്ടുകാർ. പരിഹാരമാകും വരെ സമരം തുടരാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നെൽകർഷകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ ഉൾപ്പെടെ 84 ലക്ഷം രൂപയാണ് ജില്ലയിലെ കർഷകർക്ക് നെല്ല് സംഭരിച്ച ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. പമ്പിംഗ് സബ്സിഡി ഇനത്തിലും കോടികൾ നൽകാനുണ്ട്. 2020-21 കാലയളവ് മുതൽ കേന്ദ്ര സർക്കാർ താങ്ങുവിലയിൽ വർദ്ധിപ്പിച്ച തുക ഉൾപ്പെടെ നൽകണമെന്നും കർഷകർ ആവശ്യമുന്നയിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ 184 കർഷകർക്കായി നെല്ല് സംഭരിച്ച ഇനത്തിൽ 83 ലക്ഷം രൂപയാണ് നൽകാനുള്ളത്. ഈ വർഷത്തെ രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണം 85% പൂർത്തിയായെങ്കിലും നാളിതുവരെ നെല്ലിന്റെ വില പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ 3 വർഷമായി കുടിശ്ശിക 32 കോടിയോളമാണ്. കർഷകരോട് സർക്കാർ കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് സമരക്കാർ പറയുന്നു. ഞങ്ങൾ നെൽകർഷക സംരക്ഷണ സമിതി രൂപീകൃതമാകുന്ന 1.5 വർഷങ്ങൾക്ക് മുമ്പ് അന്നു മുതൽ 60ഓളം സമരങ്ങൾ ഞങ്ങൾ എടുത്തു. അതുകൂടാതെ 140 MLA-മാർക്കും ഞങ്ങളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി നിവേദനങ്ങൾ നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടുള്ള സമര പരിപാടികൾ ഓരോന്നും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഫലം കാണാത്തതുകൊണ്ടാണ് നിരാഹാര സമരം ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതും അനിശ്ചിതകാല നിരാഹാര സമരമാണ്. ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതോടുകൂടി സർക്കാർ ഞങ്ങളോടുള്ള അവഗണനയ്ക്കെതിരായ കണ്ണു തുറക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില ഇനത്തിൽ കഴിഞ്ഞ 4 വർഷമായി വർദ്ധിപ്പിച്ച തുക സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. 500 കോടി രൂപയിലധികം വരുവിത്. ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയ സമരം സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുമെന്നും സമരസമിതി പ്രഖ്യാപിക്കുന്നു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യദാർഢ്യ ജ്വാല തെളിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിശക്തമായ പ്രതിഷേധ സംഗമം നടത്താൻ നമ്മുടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഐക്യദാർഢ്യ സംഗമം അതുകൊണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ നെൽകർഷക ബന്ദ് പ്രഖ്യാപിക്കുവാനാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രശ്നങ്ങൾക്ക്, അതായത് കർഷകരെ മുന്നോട്ട് വരികയും ന്യായമായ അവകാശങ്ങൾ നേടുന്നതുവരെ അതിശക്തമായും ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നെൽകർഷക സംരക്ഷണ തീരുമാനിച്ചിട്ടുള്ളത്. വേലിയേറ്റം തടയാൻ തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുക, സംഭരണത്തിന്റെ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കുക, മടവീഴ്ചയ്ക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും നെൽകർഷക സമിതി ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് തൃത്താല തിരുമിറ്റക്കോട് വ്യാപകമായി നെൽവയൽ മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ഇരുമ്പകശ്ശേരിയിൽ നെൽകൃഷി ഇറക്കുന്ന പാടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തി കമ്പിവേലി കെട്ടിയതായാണ് പരാതി. സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഇരുമ്പകശ്ശേരിയിൽ കാലങ്ങളായി നെൽകൃഷി ചെയ്തിരുന്ന പാടമാണ് മണ്ണിട്ട് നികത്തി കമ്പിവേലി സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷകർ എഴുമങ്ങാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. എന്നാൽ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. പ്രതിഷേധം ശക്തമായതോടെ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ സംഘമെത്തി പരിശോധിച്ചു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകി. അനധികൃത നികത്തലിൽ കർശന നടപടിയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എന്റെ ചെറുപ്പം മുതൽ 10-70 വർഷം മുമ്പ് ഉള്ള കാലം മുതലേ കരിങ്കര എന്ന് പറയുന്ന കുട്ടാടൻ നെല്ല് എടുക്കുന്ന സ്ഥലമാണ്. അതിൽ മകരം വരെ വെള്ളം നിൽക്കും. ഇവിടുത്തെ ജനങ്ങളുടെ വെള്ളം അതിലാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പുറമുള്ള ആ വെള്ളം കൂടി മറ്റും ഇവരിത് തൂർത്ത് കഴിഞ്ഞാൽ ഉയർത്തിയാൽ അതുകൊണ്ട് ഇത് അതിൽ കമ്പി വയൽ കെട്ടിയിട്ടുണ്ട്, മണ്ണിട്ടുണ്ട്. അത് രണ്ടും തീക്കി തരണം. ഇതിന് മേലെ അതിൽ മണ്ണിടാൻ ഏകദേശം എത്ര സെന്റ് 50 സെന്റോളം ഒരു തലക്കുന്ന ഒരു തല വരെ 3 മീറ്റർ 4 മീറ്റർ വെച്ചിട്ട് ഒരു തലക്കുന്ന ഒരു തല വരെ ഉണ്ട്.
കല്യാണ മണ്ഡപത്തിന്റെ പാർക്കിങ്ങിനെന്ന പേരിലാണ് പാടം നികത്തിയതെന്നാണ് കണ്ടെത്തൽ. 2 മീറ്റർ ഉയരത്തിലാണ് നികത്തൽ. കൃഷിക്ക് അനുയോജ്യമായ പാടം പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. കാപ്പ കേസ് പ്രതികൾക്കൊപ്പം കഞ്ചാവ് കടത്തിയതിന് പോലീസ് ഡ്രൈവർ അറസ്റ്റിൽ. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറായ അസറിനെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഹമ്മദാബാദിലെ ആശ്രമത്തിൽ ഒളിയവിൽ കഴിയവെയാണ് അറസ്റ്റ്. കഴിഞ്ഞ ജൂലൈയിൽ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നാണ് അസറും സംഘവും കഞ്ചാവ് എത്തിച്ചത്. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ കൊല്ലം ഓച്ചിറയിൽ വെച്ച് പോലീസ് ഇവരുടെ വാഹനത്തിന് കൈകാണിച്ചു. പക്ഷേ സംഘം കടന്നുകളഞ്ഞു. അന്വേഷണം ശക്തമാക്കിയതോടെ ഇവർ ഒളിവിൽ പോയി. ഇതിനിടയിൽ പുനലൂർ കുരിയോട്ടുമലയിൽ നിന്ന് 30 കിലോ കഞ്ചാവുമായി അസറിന്റെ കൂട്ടാളികളായ ഷാനവാസ്, നിസാം, അജിത്, റെമോ, ജസിൽ, സാജ് ചന്ദ്രൻ എന്നിവർ അറസ്റ്റിലായി. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഖ്യ സൂത്രധാരൻ തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറുമായ അസറാണെന്ന് പോലീസിന് ബോധ്യമായത്. തുടർന്ന് ഇയാൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. പക്ഷേ അപ്പോഴും പലയിടങ്ങളിലായി ഇയാൾ ഒളിവിലായിരുന്നു. ആദ്യം മൈസൂരിൽ, പിന്നീട് രാജസ്ഥാനിലും പഞ്ചാബിലും. അറസ്റ്റിലാകുമ്പോൾ അഹമ്മദാബാദിലെ ഒരു ആശ്രമത്തിൽ സ്വാമിയുടെ സഹായിയായി കഴിയുകയായിരുന്നു അസർ. കോടതിയിൽ ഹാജരാക്കിയ അസറിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിർമ്മാണ സ്ഥലത്തു നിന്നും ടൺ കണക്കിന് ഇരുമ്പ് കമ്പിയും നിർമ്മാണ സാമഗ്രികളും മോഷ്ടിച്ച് കടത്തിയ പ്രതികൾ പിടിയിൽ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിർമ്മാണം നടക്കുന്ന സൈറ്റിൽ സൂക്ഷിച്ചിരുന്ന 10 ടണ്ണിലധികം ഭാരം വരുന്ന ഇരുമ്പ് കമ്പികളും 30ഓളം അഡ്ജസ്റ്റബിൾ സ്പാനുകളും 50ഓളം ജാക്കിയും 20ഓളം ഷട്ടറിംഗ് ഷീറ്റുകളുമാണ് മോഷണം പോയത്. സൗത്ത് ഇന്ത്യൻ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയിലെ തൊഴിലാളിയായ കൊൽക്കത്ത സ്വദേശി തപസ് സർദാർ, മുരുക്കുംപുഴ സ്വദേശിയായ ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ എന്നിവരെയാണ് മംഗലാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. 25 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ പലപ്പോഴായി നഷ്ടപ്പെട്ടെന്ന് കാട്ടി കമ്പനി മംഗലാപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് ആൺസുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറി ഭർതൃമതിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. മുട്ടത്തറ കല്ലുമൂട് സ്വദേശി 38-കാരിയായ കെ സിന്ധു ആണ് മരിച്ചത്. മുട്ടത്തറ SN നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ വി നായരുടെ വീട്ടിലെത്തിയായിരുന്നു ആത്മഹത്യ. അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിലുള്ള വിരോധമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ വളപട്ടണം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് കൊല്ലപ്പെട്ടതെന്ന് ബന്ധുക്കൾ. KSEB താൽക്കാലിക മീറ്റർ റീഡറായിരുന്ന ജോബിഷ് ജോർജാണ് മരിച്ചത്. ഒക്ടോബർ 23-നാണ് പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗത സംശയം ബലപ്പെടുത്തുകയാണെന്നും ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 19-ന് കാണാതായ ചന്ദനക്കാംപാറയിലെ ജോബിഷ് ജോർജിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് ബന്ധുക്കൾ രംഗത്തു വന്നത്. KSEB ഇരിട്ടി സെക്ഷനിൽ താൽക്കാലിക മീറ്റർ റീഡറായിരുന്നു ജോബിഷ്. വയറിംഗ് ജോലിയും ചെയ്യാറുണ്ടായിരുന്നു. വായ്പയെടുത്ത കണ്ണൂരിലെ ബാങ്ക് ഏജന്റിനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് ജോബിഷ് വീട്ടിൽ നിന്ന് പോയത്. വൈകിട്ട് ബന്ധു വിളിച്ചപ്പോഴും കണ്ണൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ഫോണിൽ കിട്ടാതായതോടെ പിറ്റേന്ന് പയ്യാവൂർ പോലീസിൽ പരാതി നൽകി. 23-ന് വളപട്ടണം പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോബിഷിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് ജോർജ് വർഗീസും ബന്ധുക്കളായ ജോസ്, മോളി വിൽസൺ, ഡോളി എന്നിവരും രംഗത്തു വന്നു. പോലീസ് കേസ് എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഞാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഈ കേസ് ക്ലോസ് ചെയ്യാൻ. ഞാൻ സാറേ കേസ് ക്ലോസ് ചെയ്യണം. അത് CI പറഞ്ഞു ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല സാറേ. ഇത് കഴിഞ്ഞാൽ കൊച്ചു പോയാൽ സംശയിച്ച് വണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ അവൻ കണ്ണൂർ പോയിട്ട് യാതൊരു തെളിവുമില്ല. ഒരു CCTV കാണുന്നില്ല ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ സാറേ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. 19-ന് കാണാതായ ജോബിഷ് 21 വരെ കണ്ണൂരിൽ തന്നെയുള്ളതായി മൊബൈൽ ടവർ ലൊക്കേഷനിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തിയില്ല. ജോബിഷ് സഞ്ചരിച്ച ബൈക്കും കണ്ടെത്തിയിട്ടില്ല. കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ജോബിഷിന്റെ ഫോൺ കണ്ടെത്തിയിരുന്നു. ഒരു യുവാവ് വിറ്റതായാണ് കടയുടമ പറഞ്ഞത്. ജോബിഷ് തന്നെയാണോ ഫോൺ വിറ്റതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. സാമ്പത്തിക ബാധ്യതയില്ലാത്ത ജോബിഷ് ആത്മഹത്യ ചെയ്യില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ജോബിഷിന്റെ വസ്തു പണമിടപാടുകളും സംശയമുള്ള കൂട്ടുകാരെയും മറ്റു വ്യക്തികളെയും സംബന്ധിച്ചും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണം നടന്നിട്ടില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹത കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസ് അവസാനിപ്പിക്കുകയാണെന്നാണ് ജോബിഷിന്റെ ബന്ധുക്കളെ വളപട്ടണം പോലീസ് അറിയിച്ചത്. സംഭവം നടന്ന് 1 മാസം കഴിയുമ്പോഴേക്കും ധൃതി പിടിച്ച് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം ആരെയോ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ന്യൂസ് 18 കണ്ണൂർ.
DMK കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് രജിരാജിനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് DMK പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലായിരുന്നു പ്രതിഷേധം. നവംബർ 19 രാവിലെ 7:30ഓടെയാണ് പുനലൂർ ശ്രീനാരായണ കോളേജിന് മുൻവശത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് കാറിലെത്തിയ 6-അംഗ സംഘം രജിരാജിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇടതുകാലിനും വലത് കൈക്കും ഗുരുതരമായി പരിക്കേറ്റ രജിരാജ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ പുനലൂർ നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ 4 പ്രതികളെ മാത്രമാണ് പോലീസിന് പിടികൂടാനായത്. പത്തനംതിട്ടയിൽ രോഗിയുമായി സഞ്ചരിച്ച ആംബുലൻസ് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി 8ഓളം പേർക്ക് പരിക്ക്. പത്തനംതിട്ട കലഞ്ഞൂർ റോഡിലെ വളവിൽ തെന്നിമാറിയാണ് അപകടം. പത്തനംതിട്ടയിലേക്ക് വന്ന ബസ്സും പത്തനാപുരത്തേക്ക് രോഗിയുമായി പോയ ആംബുലൻസുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പത്തനാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കോതമംഗലം കുത്തുകുഴിയിൽ പാൽ കയറ്റി വന്ന വാഹനം കാറുമായി കൂട്ടിയിടിച്ച അപകടം. നേര്യമംഗലം ഭാഗത്തു നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വന്ന പാൽവണ്ടി എതിർദിശയിൽ നിന്നെത്തിയ കാറുമായാണ് കൂട്ടിയിടിച്ചത്. ആർക്കും പരിക്കില്ല. ഊന്നുകൽ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം. ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാത്ത നിരക്ക് കൂട്ടുന്നത് അംഗീകരിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. വടകരയിലെ സർക്കാർ ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ സേവനങ്ങൾ മാത്രമാണ് ലഭ്യമാകുന്നത് എന്നാണ് ആക്ഷേപം. കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കി ആശുപത്രിയിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചെങ്കിലും സ്റ്റാഫ് പാറ്റേണിൽ അടക്കം മാറ്റമില്ല. ഈ സാഹചര്യം നിലനിൽക്കെയാണ് OP ടിക്കറ്റ് നിരക്ക് 5 രൂപയിൽ നിന്ന് ഇരട്ടിയാക്കുന്നത്. നമുക്കറിയാം, ഒരു ജില്ലാ ഹോസ്പിറ്റലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വേണ്ട ഒരു ട്രോമ കെയർ. നമുക്കറിയാം, ദേശീയപാതയിൽ നിന്നും ഏകദേശം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ജില്ലാ ഹോസ്പിറ്റൽ എന്ന നിലയിൽ അപകടങ്ങൾ സംഭവിച്ചു വരുന്ന ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള സഹായം നൽകേണ്ട ട്രോമ കെയർ സംവിധാനം ഇതുവരെ ഈ ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൽ ഇവിടെ ഡോക്ടർമാരില്ല. അങ്ങനെ ഒരുപാട് അസൗകര്യങ്ങൾക്കിടയിലാണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യ വർധനവിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് ഇല്ലാത്തത് തന്നെ ഏറെ പ്രതിഷേധാർഹമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇപ്പോൾ ഈ 10 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ താൽക്കാലികമായിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്വം സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരു തരത്തിലും യൂത്ത് കോൺഗ്രസിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നിരക്ക് വർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നും ആവശ്യമുണ്ട്. വടകര താലൂക്കിലെ നാദാപുരം, കുറ്റിയാടി തുടങ്ങിയ മലയോര മേഖലകളിൽ ഉള്ളവരും ഈ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. ന്യൂസ് 18 വടകര. മുനമ്പം സമരം 50ാം ദിവസത്തിൽ. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പം നിവാസികൾ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 50ാം ദിവസം. വിഷയം പരിഹരിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് രൂപം നൽകിയെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളെ സമരസമിതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മുനമ്പം സമരം 50ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 50ാം ദിവസവും ഇവിടേക്ക് നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് അവരുടെ പിന്തുണയെല്ലാം തന്നെ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമരം അത് ഇപ്പോൾ ഒരു പരിധിവരെ അതിൻ്റെ ഒരു തീക്ഷ്ണത, പൊതുവിൽ കേരളത്തിലെമ്പാടും സമരം വ്യാപിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഒരു തീക്ഷ്ണത അല്പമൊന്നും ഇവർ കുറയ്ക്കുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ അടക്കം നിശ്ചയിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധിയായ കേരളത്തിൽ നിന്ന് എമ്പാടും ഇവിടേക്ക് എത്തിയ സംഘടനകൾ, വ്യക്തികൾ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവരെ ഐക്യദാർഢ്യം ഇവിടേക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ ഈ മുനമ്പം നിവാസികളോടൊപ്പം തന്നെ കേരളം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഇവർക്ക് നീതി ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മുനമ്പം ബീച്ചിനോടുള്ള വേളാങ്കണ്ണി മത ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് ഈ സമരവേദിയായി തുടക്കം മുതൽ തന്നെ തീരുമാനിച്ചു. നിന്നിപ്പോൾ 50 ദിവസത്തിലേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസരവാസികൾ മാത്രമാണ്
വർഷമായിട്ട് ഇവിടെ നിന്ന് ആരംഭിച്ചൊരു സമരം കേരളം മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തത്. അതിനുശേഷം വലിയ രീതിയിലേക്ക് കേരളം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രി അടക്കം ഇടപെടുകയും ചെയ്യുന്നു. നമുക്കൊപ്പം സമരസമിതി നേതാക്കളും പള്ളി വികാരിയും എല്ലാം തന്നെ ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഫാദറിലേക്ക് 50 ദിവസം അതും ഒരു ദേവാലയത്തിന്റെ മുന്നിൽ ഒരു സമരം എന്നത് അതൊരു പുതിയ കാര്യവും എല്ലാം തന്നെയാണ്. കേരളം അത് ഇതുവരെ അത്തരം കാര്യങ്ങൾ കണ്ട് പരിചയിച്ചിട്ടില്ല. ഒരു സാമൂഹ്യ പ്രശ്നം ഈ രീതിയിൽ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് തോന്നിയിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഈ രീതിയിൽ ഞങ്ങൾ നീങ്ങിയത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ചാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ 27-ന് വഞ്ചി സ്ക്വയറിലാണ് ഞങ്ങൾ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തോടുകൂടി ആരംഭിച്ചതാണ്. അതിനുശേഷം SNDP സംഘടനയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ചെറായി ജംഗ്ഷനിലും ഇതുപോലെ നടത്തിയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ നിരാഹാര സമരം ഇവിടെ നമ്മൾ പന്തലിൽ പള്ളിയുടെ മുമ്പിലായിട്ട് നടത്താൻ തുടങ്ങി. ഇന്നിപ്പോൾ 50 ദിവസങ്ങളായി ഇതിൽ ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് കൂടെ എന്നാണ് ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ഇവിടെ കടന്നു വരുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് മെത്രാന്മാരും മറ്റുള്ള ക്രൈസ്തവ വിഭാഗങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാണ് ഇവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ മിക്ക ഇടവകളിലും ഈ സമരത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയും ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടവകളിൽ ജാഥകൾ നടത്തുകയും ഇന്നലെയും ഇന്നുമായിട്ട് ചില സ്ഥലങ്ങളിൽ അവർ ഉപവാസ സമരം പോലും നടത്തുന്നുണ്ട്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു. അത്തരം അതിനൊരു പ്രവർത്തനത്തിലേക്കെല്ലാം വരികയാണ്. കമ്മീഷനെ വിശ്വാസത്തിലെടുക്കുന്നു. കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. ഇനി മുമ്പോട്ട് പോകുന്ന ദിനങ്ങളിൽ കമ്മീഷൻ ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 3 മാസത്തിന്റെ ഉള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് കൂടി ചേരുന്നത് എന്താണ് ഇതിൽ പറയാനുള്ളത്? സമരം നീണ്ടു നിന്നാൽ അതിൽ അതേ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. അതെ, ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ തന്നെ 50-ാം ദിവസത്തിൽ 1 ലക്ഷം ആളുകളെ വെച്ചിട്ട് കേരളം മൊത്തത്തിൽ ഒരു സ്ട്രൈക്കിന്റെ രൂപത്തിലാണ് ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ശക്തമായ രീതിയിൽ ഇടപെടുകയും നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനെ ഞങ്ങൾ ശ്രദ്ധാപൂർവം ഞങ്ങൾ വീക്ഷിക്കുന്നു. ഞങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കമ്മീഷനുമായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പി രാജീവ് മന്ത്രിയെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ സന്ദർശിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും ചേർന്ന് നിന്ന് ഞങ്ങൾ സഹകരിച്ച് ഞങ്ങൾക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ കമ്മീഷൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്തായാലും അവരുടെ വാക്കുകൾ വ്യക്തമാണ്. സമരം തുടർന്നു കൊണ്ടുപോകും. മുൻപത്തെ വികാരം ഉൾക്കൊള്ളുക, കമ്മീഷനും ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെയും അത്തരം കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ സമർപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലും അവർ നിൽക്കുന്നു. അത് കമ്മീഷനും ബോധ്യപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. സമരം ശക്തമായിട്ട് തുടരും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായിട്ട് തുടരുമെന്ന നിലപാടിലും ഈ 50-ാം ദിവസത്തിലും അവർ യാതൊരു മാറ്റവും അതിനില്ല. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. 35ാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി. കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. മങ്കട ഉപജില്ല 2ഉം വേങ്ങര 3ഉം സ്ഥാനം നേടി. സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ K ഹനീഷ എന്നിവർ വിശിഷ്ടാതിഥികളായി. തിരുവനന്തപുരം ചുള്ളിമാനൂർ SHUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. ആനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശ്രീകല ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖരും പങ്കെടുത്തു. ബാൻഡ് മേളങ്ങൾ കൊണ്ടും വർണ്ണാഭമായ വിവിധ പ്ലോട്ടുകൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഘോഷയാത്ര. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല സന്നിധാനത്തെ ഏറ്റവും പരിപാവനമായ ഇടമാണ്. 18 പടികൾ എന്തിനെന്നതിനുത്തരമായി ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും വ്യാഖ്യാനങ്ങളുമെല്ലാം ഒട്ടനവധിയുണ്ട്.
ശബരിമല സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മല കയറി വരുന്ന അയ്യപ്പന്മാർ ആദ്യം തൊട്ടുതൊഴുത് കയറുന്ന ഈ 18-ാം പടി തന്നെയാണ്. മറ്റൊരു ക്ഷേത്രത്തിനും 18 പടികൾ കയറി ഭഗവാനെ വിശ്വാസി ദർശിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഈ 18 പടികൾക്കും ഐതിഹ്യമുണ്ട്. എന്താണ് 18 പടികൾ എന്ന് ചോദിച്ചാൽ പലർക്കും പലതാണ് അതിൽ പറയാനുള്ളത്. ശബരിമല തന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സ്വാമി ശരണം. 18-ാം പടി എന്ന് പറഞ്ഞാൽ ഈ ശബരിമല അയ്യപ്പന്റെ സങ്കേതം ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് പൂങ്കാവനം എന്നറിയപ്പെടുന്നത്. ഈ പൂങ്കാവനം ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഈ 18 മലയിലൊന്നും എല്ലാവർക്കും പോയി ദർശനം നടത്താം. ഇവിടെയൊക്കെ ഓരോ ദേവതാ സങ്കല്പമുള്ളതാണ്. അവിടെ ഒന്നും എല്ലാ ഭക്തജനങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ 18 മലകളിലെ ദേവതാ സങ്കല്പത്തെ കുടിവെച്ചിരിക്കുന്നു ആണ് 18-ാം പടി. ആ 18-ാം പടിക്കുള്ള പ്രത്യേക പൂജയാണ് 18-ാം പടി പൂജ എന്ന് അറിയപ്പെടുന്നത്. ഇത് ദേവതാ സങ്കല്പമാണ് അതിന്റെ പുറകിലുള്ളത്. വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് മാത്രമാണ് 18-ാം പടി കയറാനുള്ള അനുവാദമുള്ളത്. അതല്ലാതെ മല കയറാൻ 18-ാം പടി കയറാൻ അനുവാദമുള്ളത് ചിലർക്ക് മാത്രമാണ്. അതും ചില വിശേഷ അവസരങ്ങളിൽ മാത്രം. അതുപോലെ 18-ാം പടി ഇപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങാൻ ഉപയോഗിക്കില്ല. പണ്ട് 18-ാം പടി ഇറങ്ങിയായിരുന്നു അയ്യപ്പന്മാർ മലയിൽ നിന്നും തിരിച്ചുപോയിരുന്നത്. ഇരുമുടി കെട്ടി വരണം എന്നാണ് അതിന്റെ ആചാരപ്രകാരം. പിന്നെ ഇരുമുടി ഇല്ലാതെ വരാൻ പറ്റുന്നത് പന്തളം രാജപ്രതിനിധിക്ക് വരാം, തന്ത്രി കുടുംബത്തിലെ ആൾക്കാർക്കും വരാം, ഇരുമുടി കെട്ടില്ലാതെ. എന്ന് പറഞ്ഞാൽ ഇവരാരും എന്നും വന്ന് കയറുന്നില്ല. ആ സമയത്ത് മാത്രമാണ് ഇരുമുടി ഇല്ലാതെ വന്ന് കയറാൻ പറ്റുന്നത്. തൊട്ട് തൊഴുത് കയറുക എന്നുള്ളതാണ് സങ്കല്പം. എല്ലാം കൂടെ സങ്കല്പിച്ച് താഴെ തൊട്ട് കയറി ഒന്നിച്ച് തൊഴുത് വരുന്നവരുമുണ്ട്. കാരണം വലിയ തിരക്ക് വരുമ്പോൾ എല്ലാ പടിയിലും തൊടാനൊക്കത്തില്ല. അപ്പോൾ സങ്കല്പത്തോടു കൂടി താഴെ ആദ്യത്തെ പടി തൊട്ട് വന്ദിച്ച് കയറുന്നുണ്ട്. മുമ്പത്തെ കാലത്ത് ഇറങ്ങാറുണ്ടായിരുന്നു, തിരിഞ്ഞിറങ്ങുമായിരുന്നു. അന്ന് വലിയ തിരക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് തിരിച്ചിറക്കാൻ ഒക്കത്തില്ല. ഈ കയറാൻ തന്നെ ഒരുപാട് പേര് നിൽക്കുമ്പോൾ അതുവഴി നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. അതെ, 18-ാം പടി തന്നെ തിരുവാഭരണം കൊണ്ടുവരുന്ന വന്നത് തിരിച്ച് അതുവഴി തന്നെയാണ് ഇറങ്ങുന്നത്. അതെ, പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് 18 പടികളും പൊതിഞ്ഞിരിക്കുന്നത്. മുൻപ് കരിങ്കൽ പാളികളായിരുന്നു. ആദ്യകാലങ്ങളിൽ ഓരോ പടിയിലും തേങ്ങ ഉടച്ചായിരുന്നു വിശ്വാസികൾ മുകളിലേക്ക് കയറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 18-ാം പടിക്ക് ഇരുവശവുമാണ് തേങ്ങയുടയ്ക്കാനുള്ള അനുമതി. ആദ്യകാലത്ത് കരിങ്കലിന്റെ പടിയായിരുന്നു. പിന്നെ അത് നാളികേരം ഉടച്ചുടച്ച് ഭക്തജനങ്ങൾ ഓരോ പടിയിലും ഓരോ വർഷം ഒന്നാം പ്രാവശ്യം വരുന്ന 1-ാമത്തെ പടി ഉടയ്ക്കും, 5-ാം വർഷം വരുന്ന 5-ാമത്തെ പടിയിൽ ഉടയ്ക്കും. അങ്ങനെ ഉടച്ചുടച്ച് അതിന്റെ കേടുപാടുകൾ സംഭവിച്ചപ്പോഴാണ് അത് വാർത്ത കെട്ടാൻ വിധി അനുസരിച്ച്, ദേവപ്രശ്ന വിധി അനുസരിച്ച് വാർത്ത കിട്ടിയത്. 18 പടിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒട്ടനവധിയുണ്ടെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ച് സന്നിധാനത്തെ ഏറ്റവും പരിപാവനമായ ഇടമാണ് ഈ 18 പടികൾ. ഇത് കയറി തത്വമസി എന്ന അയ്യപ്പ മന്ത്രം ഉരുവിട്ട് സന്നിധാനത്ത് ശ്രീകോവിലിന് മുൻപിലേക്ക് എത്തുമ്പോൾ ഭക്തനെ സംബന്ധിച്ച് അത് പരിപാവനമായ ഒരു അനുഭൂതിയുള്ള മുഹൂർത്തമാണ്. അവരെന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തം. അതുകൊണ്ട് തന്നെ 18-ാം പടിയുടെ പരിപാവനത അത് വിശ്വാസികളെ സംബന്ധിച്ച് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും 18-ാം പടി കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്തജന സമൂഹം വൈകാരികമായി പ്രതികരിക്കുന്നതും. ഷിജു ചവറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റിന് 7140 രൂപ, പവന് 57,120 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 5910 രൂപ, പവന് 47,280 രൂപ. വെള്ളി ഗ്രാമിന് 97, കിലോ 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ ചേരും. നമസ്കാരം.
കരുനാഗപ്പള്ളി ഏരിയ